സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് കേരള പോലീസിന്റെ സഹായത്തോടുകൂടി ആദ്യഘട്ടത്തിൽ ഇടപെടുന്നത് നമുക്കെല്ലാവർക്കും കാണാൻ വേണ്ടി സാധിച്ചു. അതേസമയത്ത് തന്നെ ബഹുമാന്യനായ കളക്ടറും ഞങ്ങളും എല്ലാവരും എത്തിച്ചേർന്നുകൊണ്ട് നഗരസഭയുടെ കൂടി മുഴുവൻ സംവിധാനവും ഇവിടെ ആവശ്യമായ എല്ലാ ക്രമീകരണവും ചെയ്യുന്നതിനു വേണ്ടി നമുക്ക് ഒരുക്കി നൽകാൻ വേണ്ടി സാധിച്ചു. അങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ വന്നിരുന്ന വാർത്ത നഗരസഭയുടെ തൊഴിലാളിയാണ് എന്ന രീതിയിൽ വാർത്ത വരുന്ന സമയം മുതൽ അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം നഗരസഭയും സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ 31 മണിക്കൂർ പിന്നിടുന്ന ഈ സമയത്തും ഇവിടെ ഈ മണ്ഡലത്തിൻ്റെ MLA ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ഈ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കണം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മളിപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് സാധ്യമായ എല്ലാ രീതികളും നമ്മൾ പരീക്ഷിച്ചു എന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. സാങ്കേതിക വിദ്യയുടെ സഹായം ഉൾപ്പെടെ തേടിക്കൊണ്ട് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനി തുടർന്നും അത്തരം പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 5ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ഫ്ലഷിംഗ് സംവിധാനം, ഫ്ലഷിംഗ് എന്ന് പറയുന്ന രീതിയിൽ വെള്ളം പ്രഷറിൽ കൂടുതൽ പമ്പ് ചെയ്തുകൊണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുതൽ കൂട്ടിക്കൊണ്ട് മാലിന്യത്തെ കുറച്ചുകൂടി ആ ചെളി ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളെ കലക്കി ഇങ്ങോട്ടേക്ക് ഒഴുക്കി വിടാൻ ആവശ്യമായ സംവിധാനമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി തുടർന്നും കുറച്ചുകൂടി പറ്റുന്ന രീതിയിലെല്ലാം കൂടുതൽ പമ്പുകളടക്കം സെറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ അത്തരത്തിൽ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവർത്തനം തുടരുന്നതിന് വേണ്ടിയാണ് നിലവിൽ ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ നേവിയുടെ സംഘം അവർ രാത്രിയോടുകൂടി എത്തിച്ചേരും. അവർ കൂടി 1 മണിക്കൂറിനോടുകൂടി അവരെത്തിച്ചേരും. പ്രാഥമികമായി അവരുടെ കൂടി പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും തുടർന്ന് ചെയ്യാനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആലോചിച്ച് തന്നെ സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മേയർ ഇപ്പോൾ റെയിൽവേയുടെ ADRM ഇപ്പോൾ മാധ്യമങ്ങൾ കണ്ടിരുന്നു. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം മേയറും മിനിസ്റ്ററും സർക്കാരും കള്ളം പറയുകയാണ്. ഒരിക്കൽ പോലും ഇവിടെ ഈ പിറ്റിന്റെ താഴെയുള്ള ഭാഗം ടണൽ വൃത്തിയാക്കാൻ ഒരിക്കൽ പോലും കോർപ്പറേഷൻ അനുമതി ചോദിച്ചിട്ടില്ല. അങ്ങനെ കത്ത് നൽകിയിട്ടില്ല. ഒരു തടസ്സം നമ്മൾ ഉന്നയിച്ചിട്ടില്ല. അത് കോർപ്പറേഷൻ എപ്പോഴും ചെയ്യാവുന്ന കാര്യമാണ്. മാത്രമല്ല ഈ ടണലിന് താഴെയുള്ള മാലിന്യം അത് മുഴുവൻ നഗരത്തിൽ നിന്ന് വരുന്നതാണ്. കോർപ്പറേഷന്റെ റെയിൽവേയുടെ വെള്ളം മാത്രമാണ് ഈ ടണൽ വീഴുന്നത്. സോളിഡ് വേസ്റ്റ് മാറ്റാൻ അവർക്ക് വേറെ സംവിധാനമുണ്ട്. അതുകൊണ്ട് ഇത് പൂർണ്ണ ഉത്തരവാദിത്വം കോർപ്പറേഷൻ മാത്രമാണ്. ഇത്തവണ കോർപ്പറേഷന് അസൗകര്യം പറഞ്ഞുകൊണ്ട് മാത്രം തങ്ങൾ നല്ല മനസ്സോടെ ചെയ്ത കാര്യമാണ്. അതർവൈസ് ഇത് കോർപ്പറേഷൻ മാത്രം ഉത്തരവാദിത്തമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ബഹുമാന്യനായ മന്ത്രി തന്നെ രാവിലെ സൂചിപ്പിച്ചൊരു വിഷയമാണിത്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വകുപ്പിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തെ കുറ്റപ്പെടുത്തി ഈ വിഷയത്തെ ഇപ്പോൾ സംസാരിക്കണമെന്ന് നമ്മൾ ആരും കരുതിയിരുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെ മുന്നിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ 31 മണിക്കൂർ പിന്നിടുമ്പോഴും ഒരു ജീവന് വേണ്ടി ഇപ്പോഴും നമ്മളിൽ പലരും ഇപ്പോഴും ആഗ്രഹിക്കുന്നത് നമുക്ക് ജീവനോടുകൂടി ആ ജോയ് എന്ന് പറയുന്ന നമ്മുടെ സഹോദരനെ തിരിച്ചു കിട്ടാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നാണ്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ MLA ഉണ്ട്. മന്ത്രി നേരത്തെ സൂചിപ്പിച്ചു എല്ലാ വിഷയവും ആവർത്തിച്ച് ഇത്തരം വിഷയങ്ങളെല്ലാം ചർച്ച വരുന്ന സമയത്ത് സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം നഗരസഭയും എടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം പിന്നീട് ചർച്ച ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ അവസരത്തിൽ പറയേണ്ടതല്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, നഗരസഭ പെർമിഷൻ ചോദിച്ച് കത്ത് കൊടുത്തു എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സർക്കാർ എവിടെയും പറഞ്ഞിട്ടില്ല. നഗരസഭ കൃത്യമായി ഇത് റെയിൽവേ പ്രോപ്പർട്ടിയാണെന്നും റെയിൽവേ ആണ് ഇത് ചെയ്യേണ്ടതെന്നും ഇന്നലെ മാധ്യമങ്ങളിലെല്ലാം പ്രചരിപ്പിച്ചതാണല്ലോ. ഞാൻ രേഖയുടെ അടിസ്ഥാനത്തിൽ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം പറയുന്നത്. അതായത് മാധ്യമങ്ങളിൽ നിങ്ങൾക്കെല്ലാവർക്കും അയച്ചു തന്നത് പ്രകാരം അത് അവസാനം കൊടുത്ത നോട്ടീസ് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. നിരവധി തവണ ഓർമ്മക്കുറിപ്പുകൾ കൊടുത്തു. ഇത് കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ വന്നിട്ടുള്ള മഴയെ തുടർന്ന് നമ്മുടെ നഗരത്തിൽ ആദ്യം വെള്ളക്കെട്ടുണ്ടാകുന്നു. അന്ന് നമ്മുടെ ബഹുമാന്യനായ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നിരവധി യോഗങ്ങൾ ചേർന്നു. നഗരസഭയിൽ നിരവധി യോഗങ്ങൾ ചേർന്നു. നമ്മുടെയൊക്കെ അനുഭവം എന്താ, ഇത്തരം യോഗങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ജില്ലയുടെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രി, നേരത്തെ ബഹുമാന്യനായി ഈ മണ്ഡലത്തിന്റെ MLA അദ്ദേഹം കൂടി മന്ത്രിയായിരുന്നു. 2 മന്ത്രിമാർ പങ്കെടുത്ത് യോഗങ്ങൾ വിളിച്ച നിരവധി അവസരങ്ങളുണ്ട് മഴക്കാല പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. നമ്മൾ പൊതുവെ അത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് DRMനാണ് അറിയിപ്പ് കൊടുക്കുക. പക്ഷേ അതിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതാരാ? DRMO, ഈ പറയുന്ന ADRMO ആരും ഇന്നുവരെ ഈ സമീപകാലത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്
ഒരു യോഗത്തിൽ പോലും പങ്കെടുത്തിട്ടില്ല. അവർക്ക് എങ്ങനെയാ ഇത് പറയാൻ കഴിയുക? യോഗത്തിലുള്ള തീരുമാനം പോലും അവരെങ്ങനെ അറിയാം? അതിനു പകരം ഏതെങ്കിലും തരത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ വിടുക. അവർ സ്വാഭാവികമായും യോഗത്തിനകത്ത് വന്നിട്ട് പറയുന്നത് ഞങ്ങൾ മുകളിലേക്ക് ചോദിച്ചിട്ട് പറയാം. ആവർത്തിച്ച് ഈ വിഷയം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ എന്നുള്ള നിലയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. നഗരസഭയും റെയിൽവേയും ഒപ്പം തന്നെ നഗരസഭയും പരസ്പരം കൊമ്പ് കോർത്ത് വാഗ്വാദങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജോയ് എവിടെ? ജോയിക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ ഹരിമോഹൻ കൂടി ചേരുകയാണ്. ഹരി, ഈ നേവിയുടെ സംഘം അവിടെ എത്തിയിട്ടുണ്ടോ? ദൗത്യം ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മറ്റ് വിശദാംശങ്ങൾ. അതായത് നാവികസേനയുടെ 6 അംഗ സംഘമാണ് ഇങ്ങോട്ടേക്ക് തെരച്ചിൽ ദൗത്യത്തിനായി എത്തേണ്ടത്. അവർ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടതായുള്ള വിവരം നമ്മൾ നേരത്തെ പങ്കുവച്ചിരുന്നു. പക്ഷേ അവരൊരു 6 കൂടി എത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കുറച്ചുകൂടി വൈകും. ഒരു 8 മണിയോട് കൂടി എത്തും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. 6 അംഗ സംഘമാണ് വരുന്നത്. അവർക്ക് അവരുടെ ഒപ്പം തന്നെ അത്യാധുനിക സംവിധാനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവരെത്തിയാൽ ഉടൻ തന്നെ തെരച്ചിൽ ദൗത്യം പുനരാരംഭിക്കാൻ കഴിയും. അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഇപ്പോൾ ഫ്ലഷ് ചെയ്യാനുള്ള പ്രവർത്തികൾ നടക്കുന്നു. അതല്ലാതെ തെരച്ചിൽ ദൗത്യം എന്നുള്ള നിലയ്ക്ക് നാവികസേനയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ എത്രയും വേഗം തുടങ്ങാൻ പറ്റും എന്നുള്ളതാണ് കരുതുന്നത്. പക്ഷേ നേരത്തെ മറ്റൊരു പ്രശ്നമായി നിലനിന്നിരുന്ന ഈ കാലാവസ്ഥയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടായാൽ അത് തെരച്ചിൽ ദൗത്യത്തിൽ തുടർന്ന് തീരുമാനം മറ്റൊന്ന് എടുക്കേണ്ടി വരും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ നിലവിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, മഴയില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ നാവികസേനയുടെ സംഘം എത്തിക്കൊണ്ട് അവർ എങ്ങനെയാണ് അവരുടെ പ്രോട്ടോകോൾ പ്രകാരം തെരച്ചിൽ അടക്കമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് എന്നുള്ളത് നോക്കിക്കാണേണ്ടതുണ്ട്. ഇതിനിടയ്ക്കാണ് ഈ ഫ്ലഷ് ചെയ്യുന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. അതായത് 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ മാൻഹോളിൽ ഇറങ്ങിക്കൊണ്ട് അവിടെ നിന്ന് ഫ്ലഷ് ചെയ്ത് വെള്ളം പുറത്തേക്ക് പവറിൽ അല്ലെങ്കിൽ ഒരു ശക്തി കൂടിയ പ്രഷറിൽ പുറത്തേക്ക് പുറന്തള്ളാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അവിടെ മാലിന്യം കെട്ടിക്കിടക്കുന്നതിന്റെ അളവ്, അതിന്റെ കട്ടി എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രഷറിൽ വെള്ളം അങ്ങോട്ടേക്ക് ഒഴുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള മാൻഹോൾ വഴി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വെള്ളം പുറത്തേക്ക് പ്രഷറിൽ തള്ളിക്കളയാനാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അതിന് ഈ തടയണ കെട്ടണം, ഒരു ഭാഗത്ത് തടയണ കെട്ടാൻ വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികളെല്ലാം, ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്ന കാര്യം. എന്തായാലും ആ പ്രവൃത്തി തുടങ്ങിയ ശേഷം ഏറെ നേരം അതിൽ തന്നെ ആയിരിക്കും നിൽക്കുക. അതിനുശേഷമായിരിക്കും നാവികസേനാംഗങ്ങൾ വന്നതിന് ശേഷം അവരുടേതായിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കുക. എന്തായാലും ഇതിനകത്ത് വെല്ലുവിളിയായി നിൽക്കുന്നത് മാലിന്യമാണ്, മാലിന്യത്തിന്റെ കട്ടി തന്നെയാണ് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. നേരത്തെ ഫയർഫോഴ്സ് മേധാവി അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നത് അതിന്റെ കട്ടി എന്ന് പറയുന്നത് പാറയ്ക്ക് സമാനമാണ്, പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ആണ് മാലിന്യം ഈ ടണലിനുള്ളിൽ ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ 70% പരിശോധിച്ചിട്ടും അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയാതിരിക്കുന്നത്. ഈ ഒരു 30% ഇനിയും പരിശോധിക്കാൻ ബാക്കി നിൽക്കുന്നത്. അതായത് നമുക്കറിയാം 31 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു, 32-ാം മണിക്കൂറിലേക്ക് പ്രവേശിക്കുന്നു. സമയം ഇത്രയായിട്ടും പൂർണ്ണമായി ആ ടണലിനുള്ളിൽ പരിശോധന നടത്താൻ സാധിക്കാത്തതിന്റെ പ്രധാന കാരണം മാലിന്യം തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. കാരണം 117 മീറ്റർ മാത്രമാണ് ഈ ടണലിന്റെ ദൂരമുള്ളത്. അത്തരത്തിലുള്ളൊരു തുരങ്കം പരിശോധിക്കാൻ ഇത്രയധികം സമയമെടുക്കുന്നതിന്റെ കാരണം ഈ മാലിന്യമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഫ്ലഷ് ചെയ്യാനുള്ള പ്രക്രിയയ്ക്കും വില്ലനായി നിൽക്കുന്നത് മാലിന്യം തന്നെയാണ്. അതുകൊണ്ടാണ് 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള മാൻഹോൾ വഴി ഇറങ്ങിയ സ്കൂബ ടീം അംഗങ്ങൾ തിരിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇനിയിപ്പോൾ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ മാൻഹോൾ വഴി ഇറങ്ങുക എന്നുള്ളതാണ് അവർക്ക് മുന്നിലുള്ള അവസാന വഴി. അതായത് ഈ ഫ്ലഷ് ചെയ്യാനുള്ള ഫ്ലഷിംഗ് സംവിധാനം ഉപയോഗിക്കാനുള്ള ഏറ്റവും ഒടുവിലത്തെ വഴി എന്ന് പറയുന്നത് ഈ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. അത് എത്രത്തോളം വിജയകരമായിരിക്കും എന്നുള്ളതാണ് ഇനിയിപ്പോൾ നോക്കിക്കാണേണ്ടത്. അവിടെ ഈ പറയുന്നത് പോലെ മാലിന്യത്തിന്റെ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. കാരണം 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്താണ് ഏറ്റവും അധികം മാലിന്യം ഇനിയിപ്പോൾ കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ളത്. അതാണ് ഈ സ്കൂബ ടീം അംഗങ്ങൾ പറയുന്നതും. അതുകൊണ്ട് തന്നെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ മൺഹോൾ വഴി ഇറങ്ങിക്കൊണ്ട് ഫ്ലഷിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തി വെള്ളം പുറത്തേക്ക് പ്രഷറിൽ പുറന്തള്ളാനുള്ള ശ്രമങ്ങൾ ഒക്കെ തന്നെ തുടങ്ങാൻ പോവുകയാണ് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്.